മഹാഭാരത കഥ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥാപാത്രമാണ് ഏകലവ്യൻ. അദ്ദേഹം ഗുരു ദ്രോണാചാര്യർക്ക് തൻ്റെ പെരുവിരൽ ദക്ഷിണയായി നൽകിയ കഥ എല്ലാവർക്കും അറിയാം. എന്നാൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. അദ്ദേഹം വധിക്കപ്പെട്ടത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ കൈകൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു നായകനാണോ വില്ലനാണോ എന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നു, ഏകലവ്യൻ നായകനാണോ അതോ വില്ലനാണോ. ആദ്യം തന്നെ നമുക്ക് ഏകലവ്യൻ്റെ കഥ നോക്കാം. പരമ്പരാഗത ജാതി ശ്രേണിക്ക് പുറത്തുള്ള വനവാസി സമൂഹമായ നിഷാദ ഗോത്രത്തിലെ രാജകുമാരനായിരുന്നു ഏകലവ്യൻ. എളിയ ഉത്ഭവം ഉണ്ടായിരുന്നിട്ടും സമാനതകളില്ലാത്ത ഒരു വില്ലാളിയാകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. കുരു രാജകുമാരന്മാരുടെ രാജകീയ ആചാര്യനായ ഗുരു ദ്രോണാചാര്യരുടെ ഉപദേശം തേടി. ഏകലവ്യൻ ദ്രോണാചാര്യ അഗാധമായ ആദരവോടെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം പരിശീലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നിരുന്നാലും സാമൂഹിക മാനദണ്ഡങ്ങളും അർജുനനെ ഏറ്റവും വലിയ വില്ലാളി വീരനാക്കാനുള്ള പ്രതിബദ്ധതയും ദ്രോണാചാര്യൻ ഏകലവ്യൻ്റെ അഭ്യർത്ഥന നിരസിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഗോത്ര പശ്ചാത്തലവും അദ്ദേഹം അർജുനേക്കാൾ ശ്രേഷ്ഠനാകാനുള്ള സാധ്യതയും മൂലം അദ്ദേഹം ഒരിക്കലും ഏകലവ്യന് വിദ്യ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ തിരസ്കരണത്തിൽ തളരാതെ ഏകലവ്യൻ കാട്ടിലേക്ക് മടങ്ങുകയും ദ്രോണാചാര്യരുടെ ഒരു കളിമൺ പ്രതിമ രൂപപ്പെടുത്തുകയും ചെയ്തു. പ്രതിമയെ തൻ്റെ പ്രതീകാത്മക ഗുരുവായി കണക്കാക്കി തൻ്റെ ഇച്ഛാശക്തി, നിശ്ചയദാർഢ്യം, അച്ചടക്കം എന്നിവയിലൂടെ അമ്പെയ്ത്ത് കലയിൽ അദ്ദേഹം അശ്രാന്ത പരിശീലനം നടത്തി. ഒരു ദിവസം ഗുരു രാജാക്കന്മാർ കാട്ടിൽ അമ്പെയ്ത്ത് അഭ്യസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു ശ്രദ്ധേയമായ പ്രകടനം കണ്ടു. മൃഗത്തെ ഉപദ്രവിക്കാതെ ഒരു നായയുടെ വായ അമ്പുകൾ കൊണ്ട് നിശബ്ദമാക്കി. ഈ നേട്ടത്തിൽ ആശ്ചര്യപ്പെട്ട് അവർ അമ്പെയ്ത്ത് ആളെ തേടി നടന്നു. അതിനുശേഷം അവർ അത് ഏകലവ്യനാണ് ചെയ്തതെന്ന് കണ്ടെത്തി. എന്നാൽ ഇത് അറിഞ്ഞ ഗുരു ദ്രോണാചാര്യർ ഏകലവ്യനെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ ഏകലവ്യൻ വളരെ ബഹുമാനത്തോടുകൂടി തൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം ഗുരുവിനോട് പറഞ്ഞു, അങ്ങയുടെ കളിമൺ പ്രതിമയുണ്ടാക്കിയാണ് ഞാൻ വിദ്യകൾ പരിശീലിച്ചത്. ഞാൻ അങ്ങേ ഒരുപാട് ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഗുരു ദ്രോണാചാര്യർ അദ്ദേഹത്തിൻ്റെ പെരുവിരൽ ഗുരുദക്ഷിണയായി ആവശ്യപ്പെട്ടു. അർജുനെ സർവശ്രേഷ്ഠനായ ധനുർധാരി ആക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു ദ്രോണാചാര്യർ ഏകലവ്യനോട് തൻ്റെ പെരുവിരൽ ആവശ്യപ്പെട്ടത്. എന്നാൽ തൻ്റെ ഗുരുവിനോടുള്ള അമിതമായ ഭക്തി കാരണം തൻ്റെ വലതു കൈയിലെ പെരുവിരൽ യാതൊരു മടിയും കൂടാതെ തന്നെ ഏകലവ്യൻ മുറിച്ചു മാറ്റി ഗുരുവിന് നൽകുകയുണ്ടായി. എന്നാൽ ഗുരു ദ്രോണാചാര്യരാകട്ടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഗുരുദക്ഷിണയായി അദ്ദേഹത്തിൻ്റെ പെരുവിരൽ സ്വീകരിച്ച ശേഷം ഒരിക്കലും അദ്ദേഹത്തെ അഭിനന്ദിക്കാനോ പഠിപ്പിക്കാനോ തയ്യാറായില്ല. തൻ്റെ കളിമൺ പ്രതിമയെ അടിച്ചു തകർത്ത അദ്ദേഹം ഗുരുവാണെന്ന അധികാരം ഉപയോഗിച്ച് ഏകലവ്യനോട് തിരിച്ച് മഗധയിലേക്ക് പോകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇതിന് അർജുനൻ പിന്നീട് ദ്രോണാചാര്യരെ കണ്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഗുരു ദ്രോണർ ഏകലവ്യനോട് ഇങ്ങനെ പെരുമാറിയതെന്ന്. അന്നേരം ഗുരു ദ്രോണാചാര്യർ പറയുന്ന മറുപടി ഇതാണ്: ഞാൻ ഭക്ഷിക്കുന്നത് ഹസ്തിനപുരത്തിൻ്റെ അന്നമാണ്. ഏകലവ്യൻ നേരുന്ന വിദ്യ അവൻ ഉപയോഗിക്കാൻ പോകുന്നത് മഗധയ്ക്ക് വേണ്ടിയും ജരാസന്ധന് വേണ്ടിയുമൊക്കെയാണ്. അത് ഹസ്തിനപുരത്തിന് ദോഷം ചെയ്യും. ഈ കാരണത്താലാണ് താൻ അങ്ങനെ ചെയ്തത് എന്നാണ് ദ്രോണാചാര്യർ അർജുനനോട് വിശദീകരണം കൊടുക്കുന്നത്. എന്നാൽ ഇത് തികച്ചും തെറ്റായ ഒരു കാര്യമായിരുന്നു. ഗുരു ദ്രോണാചാര്യരുടെ മനസ്സിൽ അർജുനെ സർവശ്രേഷ്ഠനായ ധനുർധാരി ആക്കണമെന്ന ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഏകലവ്യൻ ഒരു നായക കഥാപാത്രത്തെ പോലെയാണ് നമുക്ക് പ്രതീതമാകുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഇനി അദ്ദേഹം ഒരു വില്ലനാകുന്നു എന്ന് നോക്കാം. അതിൻ്റെ പ്രധാന കാരണം ജരാസന്ധനോടുള്ള ഏകലവ്യൻ്റെ വിശ്വസ്തതയാണ്. തൻ്റെ യാഗത്തിനു ശേഷം ഏകലവ്യൻ ശക്തിയോടെ വളരുകയും മികച്ച യോദ്ധാവായി മാറുകയും ചെയ്തു. കാലക്രമേണ കൃഷ്ണന്റെയും യാദവരുടെയും ബദ്ധവൈരികളായ മഗധയിലെ ശക്തനായ രാജാവായ ജരാസന്ധനുമായി അദ്ദേഹം സഖ്യത്തിലേർപ്പെട്ടു. ജരാസന്ധൻ കൃഷ്ണനെ വെല്ലുവിളിക്കാനും തൻ്റെ ഭരണം വിപുലീകരിക്കാനും ശ്രമിച്ചു. ഏകലവ്യൻ അവൻ്റെ നിരയിൽ ചേർന്നു. കൃഷ്ണനെ നേരിടാനുള്ള ജരാസന്ധൻ്റെ ശ്രമങ്ങളിൽ ഏകലവ്യൻ പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹം ജരാസന്ധൻ്റെ അഭിലാഷങ്ങളെ പിന്തുണയ്ക്കുകയും കൃഷ്ണനും അവൻ്റെ രാജ്യത്തിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. വിശ്വസ്തതയിലെ ഈ മാറ്റം അദ്ദേഹത്തെ മഹാഭാരതത്തിൽ വലിയ ആഖ്യാനത്തിൽ ഒരു എതിരാളിയായി പ്രതിഷ്ഠിച്ചു. ഏകലവ്യൻ്റെ കഴിവുകളും ജരാസന്ധനോടുള്ള വിശ്വസ്തതയും അവനെ യുദ്ധത്തിൽ ശക്തനാക്കി. എന്നിരുന്നാലും ജരാസന്ധൻ്റെ വികാസത്തെ തടയാൻ കൃഷ്ണൻ നടത്തിയ ഒരു പ്രചാരണത്തിനിടെ ഏകലവ്യൻ കൃഷ്ണനാൽ വധിക്കപ്പെട്ടു. ഈ പ്രവൃത്തി ഏകലവ്യൻ അന്തർലീനമായ വില്ലനായതുകൊണ്ടല്ല, മറിച്ച് കൃഷ്ണൻ്റെ ലക്ഷ്യത്തിലെത്താനുള്ള ലക്ഷ്യത്തിനെതിരെ പോരാടുന്ന ഒരു യോദ്ധാവായി മാറിയതുകൊണ്ടാണ്. ഇനി ഏകലവ്യൻ ഒരു വില്ലനാണോ ഇരയാണോ എന്ന് നോക്കാം. ഏകലവ്യനെ വില്ലനായി അവതരിപ്പിക്കുന്നത് വളരെ കുറവാണ്. അർപ്പണബോധമുള്ള ഒരു വില്ലാളി വീരനിൽ നിന്ന് ജരാസന്ധനോടൊപ്പം ചേരുന്ന യോദ്ധാവിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പരിവർത്തനം മഹാഭാരതത്തിലെ വിശ്വസ്തതയുടെയും സംഘർഷത്തിൻ്റെയും സങ്കീർണമായ ചലനാത്മകതയെ പ്രതീകപ്പെടുത്തുന്നു. എന്നിരുന്നാൽ തന്നെ ഏകലവ്യൻ ഒരു നായകനാണോ വില്ലനാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗുരുവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഗുരുദക്ഷിണ കൊടുക്കാനുള്ള മനോഭാവം കാണുമ്പോൾ അദ്ദേഹം ഒരു നായകനായിട്ടാണ് നമുക്ക് പ്രതീതമാകുന്നത്. എന്നാൽ ജരാസന്ധൻ്റെ കൂടി കൃഷ്ണനെ ആക്രമിക്കാൻ തയ്യാറാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു വില്ലനായിട്ട് മാറുകയാണ്.
അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ പെരുവിരൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൃഷ്ണന് പോലും തോൽപ്പിക്കാൻ പറ്റാത്തത്ര വലിയ ധനുർധാരിയായി ഏകലവ്യൻ മാറിയേനെ. ആ കാരണത്താൽ ഗുരു ദ്രോണാചാര്യർ ചെയ്ത കാര്യം തെറ്റാണെങ്കിൽ പോലും സമൂഹത്തിൻ്റെ നന്മയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് അവസാനം ധർമ്മമായി മാറുന്നു. ഇതിൽ ഏകലവ്യൻ ഒരു നായകനാണോ വില്ലനാണോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.